നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അരുണിന്റെ ഐശ്വര്യയുടെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണിത്. നമ്മളൊന്ന് അവിടെ വരെ പോവുമെങ്കിലും വേണ്ടേ? എന്തിന്? ഞാൻ ഇനി അങ്ങോട്ട് പോയിട്ട് അവന്റെ വായിരിക്കുന്നോട് കേൾക്കണോ? ഒന്നാമതെ അരുൺ വിശ്വസിക്കുന്നത് അരുണിന്റെ അശ്വതിയുടെ ജീവിതം തകർത്തത് ഞാനും അമ്മയും ആണെന്നാ. അതൊരു തെറ്റിദ്ധാരണയല്ലേ എന്ന് കരുതി നമുക്കങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? അമൃതേ, എനിക്ക് വേണമെങ്കിൽ ശ്രീകുട്ടിയുമായി പോയ നിമിഷം തന്നെ അരുണിനെ തടയായിരുന്നു. പക്ഷെ ഈ കാര്യത്തില് അവൻ എന്നെ അനുസരിക്കോ? ഇല്ലല്ലോ. പിന്നെ അത് വലിയ വഴക്കാവും. ചിലപ്പോ എനിക്കത് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അത് വേണ്ടെന്ന് വെച്ചത്. ഓരോ കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കിയെന്ന് അവൻ കരുതിക്കോട്ടെ. അവൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ. അരുണിനോടും അഖിയോടും എന്റെ മക്കളോടുള്ളതിനേക്കാൾ സ്നേഹമുണ്ട്. അതെനിക്കിപ്പോഴും ഉണ്ട്. അപ്പൊ അരുണിന്റെ മുമ്പില് ഏട്ട ഇനിയും വിഡ്ഢിയായിരുന്നോട്ടെ, സാരമില്ല. എന്നാലും ആദ്യമായിട്ട് ഏയ്, ഒരെന്നാലും ഇല്ല. പണ്ടൊക്കെ പറയാറില്ലേ, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കാൻ. അത്ര തന്നെ. ആദ്യേട്ടാ, ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രം പറയണം. എന്താ? അരുൺ ശ്രീകുട്ടിയായിട്ട് പോയത് ആ അശ്വതി കാണാനല്ലേ? അത് അല്ലേ? ശരിയാവും. ശരിയാകുന്നല്ല, ശരിയാണ്. അതാണ് സത്യം. നിങ്ങൾ ഇവിടെ എല്ലാരും എന്നിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? അല്ല, അങ്ങനെ ആരാ പറഞ്ഞേ? അങ്ങനെ ആരും പറയണ്ട. ഞാൻ വെറും മണ്ടിയല്ല, ബുദ്ധിയും കഴിവുള്ളവളാ. എനിക്ക് മനസ്സിലാകും. അമൃതേടത്തി, ഈ നിമിഷം വരെ അമൃതേടത്തിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ സത്യം പറഞ്ഞിട്ടില്ല. എന്ത് സത്യേശ്വരി? ഞാൻ ഇക്കാര്യം പലതവണ ഇൻഡയറക്റ്റ് ആയിട്ട് അമൃതേടത്തിയോട് സൂചിപ്പിച്ചതാ. അപ്പോഴൊക്കെ അമൃതേടത്തി കേൾക്കാത്ത ഭാവം നടിച്ചു. അമൃതേടത്തി ആദ്യേട്ടനും തമ്മില് ഒരു കുടുംബ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയാ ഞാൻ ഇത്രയും നാളെ സത്യം മൂടി വെച്ചത്. ഇനി പറ്റില്ല. ഈ നിമിഷം ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം പറയാൻ പോവാ. അമൃതേടത്തി നിരന്തരം ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യം അറിയാത്തോണ്ടാ അമൃതേടത്തി ഇങ്ങനെ നിൽക്കുന്നത്. ആ സത്യം കേട്ടാ അമൃതേടത്തി ഞെട്ടും. പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് കേട്ട് അമൃതേടത്തി കുഞ്ഞുങ്ങളെ ഓർത്ത് ആദ്യേട്ടനെ ഉപേക്ഷിക്കരുത്. ഐശ്വര്യ, നീ കാര്യം എന്താന്ന് പറയും? ടെൻഷനായല്ലേ? എന്നാ ഞാൻ പറയാം. ആ അശ്വതി, അവള് ആദ്യേട്ടന്റെ കാമുകിയ. ശ്രീകുട്ടി ആദ്യേട്ടന്റെ മകളും. എന്താ ഞെട്ടാത്തെ? ഈ വലിയ സംഭവം കേട്ട ആ നിമിഷം അമൃതേടത്തി പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ. എനിക്കിത് മനസ്സിലാവുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ആദ്യേട്ടനെ ഉപേക്ഷിച്ച് പോകുന്നു കരുതിയോ? അല്ല, അത് വേണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. എന്നാ ഐശ്വര്യ, എനിക്ക് എന്റെ ഭർത്താവിനെ നല്ല വിശ്വാസം. എന്തൊക്കെ ആര് പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു സംശയവും ആദ്യേട്ടനെ പറ്റി എനിക്കില്ല. ഇങ്ങനെ ഓരോ സംശയം തുടങ്ങിയ പിന്നെ കുടുംബജീവിതം ഒത്തൊരുമയോടെ മുന്നോട്ട് പോവില്ല. അമൃതേടത്തിയെ സമ്മതിച്ചു. ഓക്കെ. അമൃതേ, നീ വന്നേ. ഈ അമൃതേടത്തി ഒരു മണ്ടിയാ. ഈ ആദ്യേട്ടൻ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. അറിവുള്ളവര് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലേ അനുഭവിക്കട്ടെ. നിനക്ക് വച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറി SIയുടെ യൂണിഫോം പിടിക്കുമല്ല. എന്നെ കൊല്ലാൻ ശ്രമിച്ചു. കേസേ വേറെയാ.
എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വരട്ടെ. നിന്നെ ശരിക്ക് ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ. എന്റെ അരുണങ്കിളിനൊന്നും ചെയ്യല്ലേ. സ്റ്റേഷനകത്ത് എന്ത് കാഴ്ചയാണ് നിൽക്കുക? പുറത്തിറങ്ങ്. പിള്ളച്ചോ, എല്ലാത്തിനും വിളിച്ച് പുറത്താക്ക്. ഏയ് വേണ്ട, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ അറിയാം. ശ്യാമ വാ. കാമേച്ചി, അരുണങ്കിള് സാരമില്ല, മോള് വാ. ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. നോക്കട്ടെ. അച്ഛനെന്താ ഫോൺ കട്ടാക്കിയേ? ഞാൻ മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം. അച്ഛ അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ സർ? ജയേഷ് പ്രതികാരം ചെയ്യാ. സർ, എന്തെങ്കിലും ഉടനെ ചെയ്യണം. സർ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നേരിട്ട് പോയി അച്ഛനെ കാണാം. അത് സർ, അരുണേട്ട സെല്ലിലല്ലേ സാർ? ഇവിടെ നിൽക്കുക. ഞാനും ശ്രീകുട്ടി ഏതെങ്കിലും ഓട്ടോ വിളിച്ച് ഓഫീസിലേക്ക് എത്താം. ശരിയാ, അതാ നല്ലത്. പോയിട്ട് വാ. മോള് വാ, നമുക്ക് മുത്തശ്ശനെ കാണാൻ പോവാം. വാ സർ, വാ. ഈശ്വരാ, എന്താ ചെയ്യാ? രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.